നമ്മുടെ ഗവൺമെൻറ് എന്ന 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്താണ് അറിയപ്പെടുന്നത്? പാർലമെൻറ്റ്. ഏതൊക്കെ ചേർന്നതാണ് പാർലമെൻറ്റ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ 2 സഭകൾ ഉള്ളതിനാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നുണ്ട്. അടുത്തതായി രാജ്യസഭയെക്കുറിച്ച് നോക്കാം. രാജ്യസഭ രൂപീകൃതമായത് 1952 ഏപ്രിൽ 3. ആദ്യകാലത്ത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് രാജ്യസഭ അറിയപ്പെട്ടിരുന്നത്. 1954 ഓഗസ്റ്റ് മുതലാണ് രാജ്യസഭ എന്നറിയപ്പെടുന്നത്. അതിനു മുമ്പ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നും രാജ്യസഭ അറിയപ്പെടുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ എന്ന് അറിയപ്പെടുന്നു. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പരമാവധി 250 അംഗസംഖ്യയുണ്ട്. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾ 12. രാജ്യസഭയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതി. സംസ്ഥാനങ്ങളിലെ MLA രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളിലെ MLA രാജ്യസഭ